ഹലോ. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ള കുറച്ച് വളയും കമ്മലൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാം. എനിക്ക് ചെറുപ്പം തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ് കൈ നിറച്ച് വളയിടുന്നത്. എൻ്റെ ചെറുതിലുള്ള ഫോട്ടോസിലൊക്കെ അതെ 2 കയ്യിലും നിറച്ച് വളയിട്ടിട്ടുണ്ടായിരിക്കും ഞാൻ. അപ്പം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് ഉണ്ണിയമ്മയാണ് ആദ്യമായിട്ട് കുപ്പിവള വാങ്ങിച്ചായിരുന്നത്. ഒരു 1/2 ഡസൻ 6 എണ്ണമാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. 1/2 ദിവസം ആകുമ്പോഴേക്കും ഞാനത് മുഴുവനും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമല്ല കയ്യിൽ നിറച്ച് മുറിവാവുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നെ കുറച്ച് നാൾ കേട്ടോ ഒരു കോളേജ് പഠിക്കുന്ന സമയത്ത് ഒക്കെ ആയപ്പോൾ എനിക്കിതിനോടൊക്കെ ഭയങ്കര ഒരു വിരക്തിയായിരുന്നു. തീരെ താല്പര്യമില്ല. മുടിയൊന്നും അങ്ങനെ കെട്ടി വയ്ക്കിയതൊന്നുമില്ല. അങ്ങനെ വെറുതെ ഇങ്ങനെ അഴിച്ചിട്ട് നടക്കും. കാതിൽ ചെറിയ 2 കമ്മൽ, അത് ഈ വടക്കുന്നാഥ സിനിമ കണ്ടിട്ട് അതിൽ പത്മപ്രിയ ഇട്ടുണ്ടായിരുന്നു ഒരു വെള്ള കല്ലുള്ള കുഞ്ഞു കമ്മൽ. അത് മാത്രം ഇട്ട് നടക്കും. കയ്യിൽ വളയിടില്ല, മാല ഇടില്ല. അങ്ങനെ ഭയങ്കര റോ ആയിട്ട് അങ്ങനെ നടക്കലായിരുന്നു കുറച്ച് കാലം. അപ്പോൾ എൻ്റെ അടുത്തുള്ളവരൊക്കെ അല്ലെങ്കിൽ ബന്ധുക്കാരൊക്കെ പറയും, ഈ കുട്ടി ഇതെന്താ ഇങ്ങനെ പെന്തക്കോസ്തുകാരെ പോലെ വളയും മാലയൊന്നും ഇടാതെ ഇങ്ങനെ നടക്കണേന്ന്. ഈ പറയുന്ന ആളുകൾ എന്നെ പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വലിയ കമ്മലിടുമ്പോൾ ഇതെന്താ കാതിൽ ഊഞ്ഞാലിട്ടിരിക്കുകയാണോ എന്ന്. ചിലപ്പോൾ ഒക്കെ ഞാൻ പറയാം അതെ 2 ആട്ടട്ടെ എന്ന്. അല്ല, എനിക്ക് മനസ്സിലാവണില്ലേ, നമ്മളൊരു ജോലിക്ക് പോയി ആ കാശ് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ഈ ആളുകൾക്കുള്ള പ്രശ്നം എന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ആദ്യം കളർ വെച്ചിട്ടൊന്ന് ഓർഗനൈസ് ചെയ്ത് നോക്കി. അത് നല്ലോണം അങ്ങോട്ട് പാളി. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ഒരു സ്റ്റൈൽ വെച്ചിട്ട് ഉണ്ടാക്കുക. തടവളകളെല്ലാം ഒരുമിച്ച്, അതുപോലെ റെയിൻബോ കുപ്പിവളകൾ അതെല്ലാം ഒരുമിച്ച് അങ്ങനെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് നോക്കി. അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. കൂട്ടത്തിൽ എനിക്ക് ഓൺലൈനിൽ കണ്ടിട്ട് ഇഷ്ടമായിട്ട് വാങ്ങിയതാണ് ആ ഒരു ജ്വല്ലറി റിങ്ങിൻ്റെ ഒക്കെ ഒരു ഓർഗനൈസർ. ഭയങ്കര ഇഷ്ടമായിട്ടൊക്കെ അത് ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എനിക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ വേറെ ആരുടെയൊന്നും ആവശ്യമില്ല, എന്നെ സന്തോഷിപ്പിക്കാൻ ഞാൻ തന്നെ ധാരാളമാണ് എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കമ്മലുകളും കൂടെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ തോന്നി. അപ്പോൾ വള ഇട്ട് വെച്ചിരുന്ന പാത്രത്തിൽ നല്ല വൃത്തിക്ക് ഞാൻ എൻ്റെ കമ്മലുകളൊക്കെ ഒതുക്കി വെച്ചു. അപ്പോൾ ആ കൂട്ടത്തിൽ എൻ്റെ സിൽവറിൻ്റെ ഒരു മൂക്കുത്തിൻ്റെ ടെസോറിയിൽ നിന്നാണ് കേട്ടോ, തൃശ്ശൂരത്തെ അവിടെ നിന്നാണ് ഞാൻ ഈ പേഷ്നാഥ് എന്ന് പറയും. ഇത് മഹാരാഷ്ട്രീയൻ മൂക്കുത്തിയാണ്. അതൊക്കെ അങ്ങ് ഓർഗനൈസ് ചെയ്ത് വെച്ചു. അങ്ങനെ പെട്ടി പൂട്ടി എല്ലാം സെറ്റായി. അങ്ങനെ ഒരു അടിപൊളി ദിവസമായിരുന്നു.